അമൽ, എന്താ നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ എത്ര നേരായിട്ട് വിളിക്കുന്നു. അമൽ, നീ എന്താ മിണ്ടാത്തേന്ന്? ഇനി മിണ്ടിട്ടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മനീഷ. അമൽ സോറി, ഞാൻ എത്ര പ്രാവശ്യം സോറി പറഞ്ഞു. സോറി. നിന്റെ വായിന്ന് വരുന്ന വാക്കിന്റെ വില എന്നേ പോയതാ മനീഷ. ഞാനൊന്ന് മനസമാധാനത്തോടെ ഒന്ന് വർക്ക് ചെയ്തോട്ടെ. ആ പറഞ്ഞോ. ചാറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയിരുന്നല്ലോ. നാളേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള വർക്കിന്റെ PDF നോക്കിയതാ. ഓ ആണോ? വിശ്വസിച്ചു. സ്ക്രീൻഷോട്ട് അയക്കണോ ഞാൻ? ഒരു സ്ക്രീൻഷോട്ടും വേണ്ട. ഞാൻ പൊട്ടനല്ല. അവനും അതേസമയം ഓൺലൈൻ കണ്ടല്ലോ. ആരെ? ഉഫ്, എന്താ ആക്ടിങ് മനീഷ. ആ നാസിഫിനെ അവൻ ഓൺലൈൻ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അമൽ. ഞാൻ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് മനീഷ. അപ്പൊ എനിക്കല്ലേ ഇവിടെ ഇമ്പോർട്ടൻസ് വേണ്ടത്? അതിന് അമൽ നിനക്ക് തന്നെയല്ലേ ഞാൻ ഇമ്പോർട്ടൻസ് തന്നോണ്ടിരിക്കുന്നേ. അതായിരിക്കും അവനായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരുന്നേ. നീ അതിന് വർക്ക് ചെയ്യാണെന്നല്ലേ പറഞ്ഞേ? ഞാനിതിന് മുന്നും വർക്ക് ചെയ്തിട്ടില്ലേ മനീഷ? അപ്പോഴൊക്കെ നമ്മൾ ചാറ്റിങ്ങും മെസ്സേജിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അമൽ, this is too much. ഞാനൊന്ന് മനസ്സമാധാനത്തോടെ വർക്ക് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയേ? ഞാൻ എൻ്റെ മൂഡ് ഓഫ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അതേപോലെ ചെയ്യും. സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് കേൾക്കൂല. എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം? ഞാൻ ഓൺലൈൻ വന്നതോ അത് നാസിഫ് എനിക്ക് ലിഫ്റ്റ് തന്നതോ? അമ്മലേ, ഞാൻ പറഞ്ഞില്ലേ, ആ ടൈമിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മനീഷ, ഞാൻ നിന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് അവന് നിന്നോടുള്ള താല്പര്യം. നിനക്ക് വാ തുറന്ന് പറഞ്ഞാ എന്താ വണ്ടി കയറാൻ പറ്റില്ല എന്ന്? എന്താ അമൽ, നിനക്കെന്താ എന്നെ ഒട്ടും ട്രസ്റ്റ് ഇല്ലാത്തെ? ഓ, ഇപ്പൊ ഇത് എനിക്ക് ട്രസ്റ്റ് ഇല്ലാത്തതിന്റെ ഇഷ്യൂ ആയോ? നീയും പോവാറുണ്ടല്ലോ പെൺപിള്ളേരുടെ കൂടെ, അവർക്ക് ലിഫ്റ്റും കൊടുക്കാറുണ്ട്. ആ സമയത്തൊന്നും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്യരുതെന്ന് നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അതൊന്നും പറയാത്തോണ്ടല്ല, എനിക്ക് നിന്നെ ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാ. അതുപോലെ നിനക്ക് എന്നെ ട്രസ്റ്റ് ചെയ്താൽ എന്താ കുഴപ്പം? നിനക്ക് ഞാൻ പറയുന്നത് കേട്ടാൽ എന്താ മനീഷ? ഇത് ഭയങ്കര ടോക്സിക് ആവുന്നുണ്ടേ. ആ, ടോക്സിക് ആണെങ്കിൽ ഇത് നിർത്തിയിട്ട് പോയിക്കോ. അത് എന്നെ ചെയ്യാൻ പോന്നെ. എനിക്കിനി വയ്യ, മതിയായി. ആ എന്നാ ഓക്കെ ബൈ. എനിക്ക് വയ്യ.
വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. आपने जिस व्यक्ति को कॉल किया है वो अभी दूसरे कॉल पर व्यस्त है. कृपया വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ദയവായി വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ദയവായി വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ദയവായി വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കിലാണ്. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ദയവായി ഹലോ ഹലോ. ആ അമലേ, എന്താടാ വിളിച്ചേ? ഞാൻ വേറെ കോളിലായിരുന്നു. ആ അത് മനസ്സിലായി. എന്താടാ വിളിച്ചേ? നീ എവിടെയാ? ഞാൻ റൂമിലടാ. എന്ത് പറ്റി? നീ ഇപ്പോൾ ആരുടെ അടുത്താ സംസാരിച്ചുകൊണ്ടിരുന്ന നാസിഫേ? ആ അതോ, അത് ഞാൻ ഫ്രണ്ടുമായിട്ട് കത്തി അടിച്ചോണ്ടിരിക്കായിരുന്നു. നീ എന്താടാ വിളിച്ചേ? ഞാൻ അറിയുന്ന ഫ്രണ്ടാണോ? ഏയ്, നിനക്കറിയില്ലടാ. ഇതെന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ടാ. ഈ ഫ്രണ്ട് ആണാണോ പെണ്ണാണോ? എന്താ അമലേ, നീ അടിച്ചിട്ടുണ്ടല്ലേ? നീ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന മനീഷൻ്റെ അടുത്തല്ലേ നാസിഫേ? മനീഷേ? ഏത് മനീഷ? ഏതൊക്കെ മനീഷകളാണ് നിനക്കറിയാം? അമലേ, നീ കാര്യം പറ. നീ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന മനീഷൻ്റെ അടുത്തല്ലേ? അതെയാണ്, അവളുടെ അടുത്ത് തന്നെ സംസാരിച്ചോണ്ടിരുന്നേ. അത് നിനക്കെന്താ പ്രശ്നം? എനിക്കറിയാം. രണ്ടുപേരും കൂടെ എന്നെ പൊട്ടം കളിപ്പിക്കാന്ന് എനിക്ക് നല്ലോണം അറിയാം. നമ്മളെ നിനക്ക് ഭ്രാന്താണ്. പോയി വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. ഹലോ. സംസാരിക്കാനുള്ളവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഇനി ആരുടെ സംസാരിക്കാനുണ്ടോ? ഞാൻ വെയിറ്റ് ചെയ്യാം. അമൽ, നീ എന്തിനാ നാസിഫിനെ വിളിച്ചേ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ എത്ര കാലമായി പൊട്ടനാക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കേ. ഓ, അപ്പം അവൻ നമ്മളെ പറ്റി ഇപ്പം എല്ലാം അറിഞ്ഞു. നമ്മളെപ്പറ്റി അവനല്ല, നിങ്ങളെപ്പറ്റി ഞാൻ അറിഞ്ഞെന്ന് പറയുന്നത് നല്ലത്. ഞങ്ങളെ പറ്റി നീ എന്തറിഞ്ഞെന്നാ? കൊറേയായി ഞാൻ സഹിക്കുന്നു. ഇത് ഇൻസെക്യൂരിറ്റിയോ പൊസസീവ്നെസ്സോ ഒന്നുമല്ല. അമൽ, യു ആർ എ സൈക്കോ. നീ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ നീ പണം കൊടുത്ത് വാങ്ങിച്ച എന്തെങ്കിലും ആണോ ഞാൻ?
ഞാൻ നാസിഫായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നല്ലേ നീ പറയുന്നത്? അവസാനായിട്ട് ഞാനൊരു സ്ക്രീൻഷോട്ട് അയക്കും. സ്ക്രീൻഷോട്ടൊന്നും അയക്കേണ്ട മനീഷ, ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞല്ല. അല്ലേ അല്ലേ അമൽ, ഇത് നമ്മുടെ അവസാനത്തെ കോൺവെർസേഷനാണ്. നീ ഇനി എത്ര സോറി പറഞ്ഞിട്ട് കാര്യമില്ല അമൽ. എനിക്ക് മതിയായി. ഐ എം ബ്രേക്കിംഗ് അപ്പ് വിത്ത് യു അമൽ. ഗുഡ് ബൈ. ഹലോ ഹലോ പ്രിയ. എന്താ അമൽ? പ്രിയ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ? അറിഞ്ഞു. പ്രിയ, എനിക്കൊരു അബദ്ധം പറ്റിയതാ, എൻ്റെ മിസ്റ്റേക്കാ. കുറെ തവണയായല്ലോ അമൽ എനിക്ക് അബദ്ധം പറ്റുന്നത്. അബദ്ധം പറ്റിപ്പോയി പ്രിയ. അവളെൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുക. അമലെ, എല്ലാം എനിക്കറിയാം. നിനക്ക് അവളെ ഒന്ന് ബുദ്ധിമുട്ടിക്കാതിരുന്നൂടെ? അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. അത് അവൾ എന്നോട് പറയുകയും ചെയ്തു. എന്തു പറഞ്ഞു? അവൾ ഇനി നിന്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല അമലെ. ഈ റിലേഷൻഷിപ്പ് തീർന്നു. അത് നീ ഒന്ന് അക്സെപ്റ്റ് ചെയ്യ്. പ്രിയ, ഒന്ന് അവളോട് സംസാരിക്കോ, ഒന്ന് അൺബ്ലോക്ക് ചെയ്യാൻ പറയോ പ്ലീസ് പ്രിയ. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല, പ്രോമിസ്. എന്നെ ഇനി ഒന്ന് വിട്ടേക്കാമലെ. നിനക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്കൊണ്ട് താല്പര്യമില്ല. കുറെ അവസരങ്ങൾ അവൾ നിനക്ക് തന്നെയല്ലേ? പ്രിയ, അവളില്ലാതെ എനിക്ക് പറ്റില്ല പ്രിയ. അത് അടി കൂടുതലും മുന്നേ നീ ആലോചിക്കണായിരുന്നു. ഞാൻ ഫോൺ വെക്കുക. ഇനി എന്നെ വിളിക്കരുത് വെറുതെ ശല്യപ്പെടുത്താനായിട്ട്. അവളെ മറന്നേക്കാമലെ. ബൈ. Thank you.